ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നൽകുന്നത്. രണ്ട് അടിസ്ഥാന തത്വങ്ങളെ അവലംബമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെങ്ങനെ പറയും അത് ആദ്യം കാണും. അത് അധികം സമയം എടുക്കത്തില്ല. പിന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ മലയാളമൊക്കെ പഠിച്ചത് കേട്ട് കേട്ടാണ്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷും കേട്ട് കേട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്യാൻ എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ക്യാൻ, CAN ക്യാൻ. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ക്യാൻ്റെ. ക്യാൻ പല കാര്യങ്ങൾക്കായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എബിലിറ്റി അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. കഴിവിനെ കാണിക്കാൻ, പാടാൻ കഴിയും, ഓടാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും. നമ്മൾ അത് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷുകാര് പറയാൻ വേണ്ടി ക്യാൻ വെച്ചിട്ട് എന്ത് ഫോം ഉപയോഗിക്കും? ബേസ് ഫോം ഉപയോഗിക്കും. ഈ സാധനം പഠിക്കണേ. അപ്പൊ ഇത് നമ്മുടെ ഇംഗ്ലീഷിന്റെ വലിയൊരു ഭാഗം ഈ ബേസ് ഫോമിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ റൈറ്റ്. പിന്നെ അതിന്റെ ചോദ്യം അല്ലെ, ക്യാൻ മുന്നിലിട്ടാൽ ചോദ്യമായി ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ സാധിക്കും. ഐ ക്യാൻ റൈറ്റ്. ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ സാധിക്കുമോ? ഇത് നമ്മൾ അതിന്റെ നെഗറ്റീവ് ആണ് കാണാൻ പോകുന്നത്. നെഗറ്റീവ്, അതിന്റെ നെഗറ്റീവ് ചോദ്യം. അപ്പൊ 4 ടൈപ്പ്, നമ്മൾ ഷുഡിൽ 4 ടൈപ്പ് വാചകങ്ങൾ കണ്ടു. ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ മിക്കതിലും ഏതാണ്ട് എല്ലാത്തിലും തന്നെ, 1-2 ഒഴിച്ച എല്ലാത്തിലും നമ്മൾ ഈ 4 തരത്തിലുള്ള വാചകങ്ങൾ കാണും. അപ്പൊ നമുക്ക് നെഗറ്റീവ് കാണാം. നെഗറ്റീവ് ആദ്യത്തെ നമ്മൾ ഒന്ന് എഴുതിയേക്കാം. ഐ ക്യാൻ റൈറ്റ്. കഴിഞ്ഞ ദിവസം കണ്ടാണ് അല്ലെ, ഐ ക്യാൻ റൈറ്റ്. ക്വസ്റ്റ്യൻ, ക്യാൻ ഐ റൈറ്റ്, ക്യാൻ ഐ റൈറ്റ്. 2 ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുമ്പോഴണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് എഴുതാൻ സാധിക്കില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് പോകാൻ കഴിയില്ല, സാധിക്കില്ല, പറ്റില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യും? ഇവിടെ വെറുതെ നോട്ട് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് കൊണ്ടായാണ് ഇംഗ്ലീഷുകാര് നോട്ട് വയ്ക്കുന്നത്. ഐ cannot റൈറ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ cannot എന്ന് ഇംഗ്ലീഷില് ഒരുമിച്ച് എഴുതുള്ളൂ. അതെന്താ അങ്ങനെ എഴുതുന്നത്? അത് അവരുടെ ഇഷ്ടം, അവരങ്ങനെ എഴുതുന്നത്. cannot നമ്മൾ ഷുഡ് നോട്ട് ഒരുമിച്ച് എഴുതില്ല. ഷുഡ് നോട്ട് ഒന്നും ഒരുമിച്ച്, ഷുഡ് നോട്ട് വേറെ വാക്കായിട്ട് എഴുതുള്ളൂ. പക്ഷെ ഇതൊറ്റ വാക്കായിട്ടാണ് cannot എഴുതുക. ഇതിന്റെ ഷോർട്ട് ഫോം അല്ലേ, അതുണ്ട്. അതെന്താണ്? ഐ കാണ്ട്. കനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. മോളിങ്ങിന്റെ ഒരു സാധനം ഇടണം. ഐ കാണ്ട് റൈറ്റ്. അർത്ഥം ഒന്ന് തന്നെയാണ്, എനിക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഐ കനോട്ട് റൈറ്റ്, ഐ കാണ്ട് റൈറ്റ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എഴുതാൻ കഴിയില്ല, ഐ കനോട്ട് റൈറ്റ്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതായിരിക്കും, ഐ കാണ്ട് റൈറ്റ്. അല്ലെങ്കിൽ രണ്ടും പ്രാക്ടീസ് ചെയ്യാം, അല്ലെ രണ്ടും ഉപയോഗിക്കാം. ഐ കനോട്ട് റൈറ്റ് പൊതുവെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പോകാൻ കഴിയില്ല, ഐ കാൺ ഗോ. നമുക്കത് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ഐ കാൺ ഗോ. ഓക്കെ, എനിക്ക് വരാൻ കഴിയില്ല, ഐ കാൺ കം. ഇന്ന് എനിക്ക് വരാൻ സാധിക്കില്ല, ഐ കാൺ കം ടുഡേ. ഐ കാണ്ട് കം, ഐ കാൺ കം. ഐ കാൺ കം ടുഡേ. എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല, ഐ കാൺ സിറ്റ് ഹിയർ. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല, ഐ കാൺ സ്പീക്ക്, ഐ കാൺ സ്പീക്ക്. എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല, ഐ കാൺ ഡ്രോ. ചിത്രം അല്ലെ. ഇനി എന്റെ നെഗറ്റീവ് ചോദ്യം അല്ലെ, നെഗറ്റീവ് ചോദ്യം നമുക്കറിയാം. എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്? ഇതിന്റെ വെർബ് ഏതാണ്? കാണ്ട് റൈറ്റ് അല്ലെ കനോട്ട് റൈറ്റ്. ഇതാണ് വെർബ്, എഴുതാൻ കഴിയില്ല, അതാണ് വെർബ്. അപ്പൊ അത് ഒരുമിച്ച് ഇങ്ങോട്ട് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് കനോട്ട് റൈറ്റ് എന്ന് പറയില്ല, കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ട പോലെ ക്യാൻ ഐ നോട്ട് റൈറ്റ്, ക്യാൻ ഐ നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. അത് ഫോർമൽ ഇംഗ്ലീഷ് ആണ്, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കില്ല.
നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. കാണ്ട് ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ലേ, എനിക്ക് എഴുതാൻ കഴിയില്ല. നിനക്ക് നാളെ വരാൻ കഴിയില്ലേ? കാണ്ട് യു കം ടുമോറോ, നിനക്ക് നാളെ വരാൻ കഴിയില്ലേ? കാണ്ട് യു കം ടുമോറോ. അവർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ലേ? കാണ്ട് ദേ സിറ്റ് ഹിയർ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് പഠിക്കും. നെഗറ്റീവ് വാചകം, ക്യാൻഡ് നെഗറ്റീവ് വാചകം, അതിന്റെ ക്വസ്റ്റ്യനും. നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ നേരത്തെ ഇത് രണ്ടെണ്ണം, ഐ ക്യാൻ റൈറ്റ്, ക്യാൻ ഐ റൈറ്റ്, രണ്ടെണ്ണം ഇതിന്റെ ചോദ്യം. പിന്നെ ഐ കനോട്ട് റൈറ്റ് അല്ലെങ്കിൽ ഐ കാൻ റൈറ്റ്, രണ്ടും പറയാം. രണ്ടും സ്പോക്കൺ ഇംഗ്ലീഷിൽ രണ്ടും പറയും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് പഠിച്ചാൽ മതി. കാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതാണ്. പിന്നെ നമുക്കിനി പ്രാക്ടീസ് ചെയ്യണം. അതിക്ക് ഒരു സാധനം കൂടി നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷില് നമ്മള് ഒരു എന്ന് പറയില്ല, ഒരു പുസ്തകം, വൺ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അവര് രണ്ട് വാക്കുകൾ അവർക്കുണ്ട്. ഇതിനെന്തിനാ രണ്ട് വാക്കുകൾ? കാരണമുണ്ട്. അവർക്ക് എന്ന് ഉപയോഗിക്കും, ആന്ന് ഉപയോഗിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എയും ആനും രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒരു പുസ്തകം നമ്മൾ എങ്ങനെ പറയല്ലേ, എ ബുക്ക്. അപ്പൊ പിന്നെ ആൻ എന്തിനാണ്? അത് ചില വാക്കുകൾ പറയുമ്പോഴുണ്ടല്ലോ, ഈ ആൻ വെച്ച് പറയുന്നതാണ് എളുപ്പം. ആൻ വെച്ച് പറയുന്നതാണ് എളുപ്പം. ആൻ ബുക്ക് എന്ന് പറയാൻ സുഖമില്ല. എ ബുക്ക് എന്ന് പറയാൻ എളുപ്പം, എ ബുക്ക്. ആൻ ബുക്ക് എന്ന് പറയാൻ പറ്റും. പക്ഷെ ആൻ ആപ്പിൾ, ഒരു ആപ്പിള് അർത്ഥം ഒന്ന് തന്നെയാണ്, ഒരു വൺ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഒരാപ്പിള്, നീ ഒരാപ്പിള് കൊണ്ടുവരണം. യു ഷുഡ് ബ്രിങ് എ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറയും, ആൻ ആപ്പിൾ. ഇത് നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇതിന് കുറെ നിയമങ്ങൾ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഏറ്റവും എളുപ്പമാർഗം എന്താണെന്നറിയോ, നമ്മുടെ മലയാളത്തിലെ സ്വരങ്ങളില്ലേ, മലയാളത്തില് പല വ്യാകരണമൊക്കെ ഒന്ന് ഓർക്ക്. ആ ഇ ഉ എ ഐ ഓ ഔ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ആ ശബ്ദം വരുന്നത് ആ എന്ന് പറയുന്നത്, ഇപ്പൊ ആപ്പിൾ ആ എന്നുള്ള ശബ്ദമാണ്. എലഫൻ എ ശബ്ദം. ആ സ്വരാക്ഷരം എന്ന് പറയുന്നത് ആ ഐ യു എന്നൊക്കെ പറയുന്ന ആ ശബ്ദം വരുന്ന വാക്കുകളാണ്. വലിയ കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ടേക്ക്. ആ ശബ്ദം വരുന്ന, നമുക്ക് ഈ മലയാളികൾക്ക് എളുപ്പം ഇത് മനസ്സിലാകാൻ, ആ ശബ്ദം വരുന്ന ഏത് വാക്കിന്റെ കൂടെയും ആൻ വയ്ക്കുള്ളൂ. നിയമം ഒന്നും പഠിക്കണ്ട, നമുക്ക് അങ്ങനെ വരുള്ളൂ. എ എഞ്ചിനീയർ, ഈസ് ആൻ എഞ്ചിനീയർ, ആൻ എഞ്ചിനീയർ എന്ന് പറയുന്നതാണ് എളുപ്പം. എ എഞ്ചിനീയർ എന്ന് പറയുന്നതിൽ എളുപ്പം അതാണ് ആൻ എഞ്ചിനീയർ. എ ഓറഞ്ച് എന്ന് പറയുന്നതാണ് എളുപ്പം, ആൻ ഓറഞ്ച് എന്ന് പറയുന്നതാണ് എളുപ്പം. ഓ ആ സ്വരാക്ഷരത്തിൽ ഓ എന്ന് പറയുന്നു, ഓറഞ്ച്. ആൻ ഓറഞ്ച്, നീ ഒരു ഓറഞ്ച് തിന്നണം. യു ഷുഡ് ഈറ്റ് ആൻ ഓറഞ്ച്. എ ഓറഞ്ച് എന്ന് പറയുന്നത് എളുപ്പമല്ല, അതുകൊണ്ട് ആൻ ഓറഞ്ച്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? ഒരു. അപ്പൊ നമുക്ക് കാണാം, എ ബുക്ക് അല്ലെ, ഒരു പുസ്തകം, ഒരു മരം, എ ട്രീ, ഒരു പയ്യൻ, എ ബോയ്, ഒരു പെൺകുട്ടി, എ ഗേൾ, അല്ലെങ്കിൽ എ ഹൗസ്, അങ്ങനെ ഇഷ്ടം പോലെ, എ ടേബിൾ, എ ചെയർ അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ആൻ വെച്ച് ആൻ ആപ്പിൾ, ആൻ എലഫൻ, ആൻ ഈഗിൾ, ആൻ അംബ്രല, ആൻ എഗ് എ ശബ്ദം. അപ്പൊ അതിനെ കുറിച്ച് വലിയ ഇത് വേണ്ട. അപ്പൊ ഒരു എന്നുള്ളതിനൊക്കെ രണ്ട് വാക്കുണ്ട്, എയും ഉണ്ട്, ആനും ഉണ്ട്. എ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുറെ വാക്കുകൾ, ആൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വരാക്ഷരങ്ങൾ വരുന്ന, ശബ്ദം വരുന്ന വാക്കുകൾ. അപ്പൊ അതേക്കുറിച്ചൊന്നും കാണാപ്പാടും പഠിക്കേണ്ട, നമ്മളത് വന്നോളൂ. കാരണം എളുപ്പം അങ്ങനെ വരുവുള്ളൂ. ആൻ എഞ്ചിനീയർ എന്ന് നമ്മൾ പറയുള്ളൂ, എ എഞ്ചിനീയർ എന്ന് പറയില്ല. കാരണം അത് എളുപ്പം പറയാൻ അതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയത്. അപ്പൊ അവർ നമ്മളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. അവർക്ക് അങ്ങനെ എളുപ്പത്തിന് വേണ്ടി അവർ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്കിനി പ്രാക്ടീസ് ചെയ്യണം. കേട്ട് നമ്മള് പഠിക്കുകയാണ് ഇന്നത്തെ ഇത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ ഹോംവർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ഉത്തരം തരുന്നതാണ്. അപ്പൊ ഒന്ന് നോക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് ആദ്യം റൈറ്റ് തന്നെ എടുക്കാം അല്ലെ. ബേസ് ഫോം ആണ്, എഴുതുക. റൈറ്റ്. നിങ്ങളിന്ന് എഴുതിയെടുക്കണേ, അത് ഞാൻ പറയാൻ വിട്ടു. ഐ കാനോട്ട് റൈറ്റ്, ഇതെല്ലാം വെച്ച് എഴുതാം. വി കാൺ റൈറ്റ്, അത് എഴുതാം. വി കാൺ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ല.
അതിന്റെ ക്വസ്റ്റ്യൻ കാൺ ബി റൈറ്റ്. അതുപോലെ ഇത് കാൺ ഐ റൈറ്റ്, കാൺ ബി റൈറ്റ്. പിന്നെ യു കനോട്ട് റൈറ്റ് ഓർ യു കാൺ റൈറ്റ്, യു കാൺ റൈറ്റ് രണ്ടും പറയണം. യു കനോട്ട് റൈറ്റ്, യു കാൺ റൈറ്റ്, ബോത്ത് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. കാൺ യു റൈറ്റ്. പിന്നെ അതുപോലെ ഹി കനോട്ട് റൈറ്റ്, ഹി കാൺ റൈറ്റ്, കാൺ ഡി റൈറ്റ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യും, ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യാതെ. ഇതും പറയാൻ കേട്ടോ, വന്നോളും. നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിലും വന്നോളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ അതെല്ലാം എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടീസ് ആണ്. ഇത് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഈ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു അധികം വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക്. അപ്പോ നമ്മളിനി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്വന്തമാക്കിയാണ് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടത് ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. നമ്മൾ എനിക്ക് അല്ലേ, നമ്മൾ മലയാളത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എനിക്ക് എഴുതാൻ കഴിയും. ക്വസ്റ്റ്യൻ കാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമോ? ഇന്ന് പഠിച്ചത് ഐ കാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. ഐ കാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ സാധിക്കില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല. ഐ കാൻ റൈറ്റ്. ഓക്കെ, എന്റെ മലയാളം ഞാൻ എഴുതിയില്ല, നിങ്ങൾ എഴുതിയേക്കണം. ഐ കാൻ റൈറ്റ്. ഐ കാണ്ട്, കാണ്ട് അല്ലെ, കനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത് ശ്രദ്ധിക്കുക, കനോട്ട് എഴുതുമ്പോ ഇത് ഒരുമിച്ച് എഴുതുള്ളൂ ഇംഗ്ലീഷുകാർ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ എഴുതണം. ഐ കാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. ഐ കാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നു. എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ സാധിക്കില്ല, എനിക്ക് എഴുതാൻ സാധിക്കില്ല, എനിക്ക് എഴുതാൻ സാധിക്കില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല. ഇനി എന്റെ ചോദ്യം, എനിക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരു മോഡുലേഷൻ എന്ന് വെച്ചാൽ ശബ്ദമൊക്കെ പിന്നീട് വരുത്തിക്കോ നിങ്ങൾ. നമുക്കിപ്പോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്, കാണ്ട് ഐ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയില്ലേ? 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 ഓക്കെ, ഇനി വി വെച്ചല്ലേ, വി ക്യാൻ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയും. ക്യാൻ വി റൈറ്റ്, ചോദ്യം ക്യാൻ വി റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയുമോ? ഇനി നെഗറ്റീവ്, നമുക്ക് എഴുതാൻ കഴിയില്ല. വി കാൺ റൈറ്റ്, വി കാൺ റൈറ്റ് അല്ലെങ്കിൽ വി കനോട്ട് റൈറ്റ് രണ്ടും പറയാം, പക്ഷെ വി കാൺ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വി കാൺ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ല. വി കാൺ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ല. വി കാൺ റൈറ്റ്, വി കാൺ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ല, നമുക്ക് എഴുതാൻ കഴിയില്ല, നമുക്ക് എഴുതാൻ കഴിയില്ല. ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല, നമ്മൾക്ക് എഴുതാൻ കഴിയില്ല. ഈ ചോദ്യം കാണ്ട് കൊണ്ടുവന്ന് മുമ്പിലിട്ട ചോദ്യമായി ഒരുമിച്ച് ഇടുക അല്ലെ. കനോട്ടിന്റെ ഷോർട്ട് ഫോം ആയ കാണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് മുമ്പിലിട്ടാല് ചോദ്യമായി. നമുക്ക് എഴുതാൻ കഴിയില്ലേ? നമുക്ക് എഴുതാൻ കഴിയില്ലേ? ചോദ്യം മലയാളത്തില്. ഇംഗ്ലീഷിലെ കാൺ വി റൈറ്റ്, കാൺ വി, കാൺ വി, കാൺ വി റൈറ്റ്. നമുക്ക് എഴുതാൻ കഴിയില്ലേ? കാൺ വി റൈറ്റ്. നമുക്ക് എഴുതാൻ കഴിയില്ലേ? നമുക്ക് എഴുതാൻ കഴിയില്ലേ? നമുക്ക് എഴുതാൻ കഴിയില്ലേ? നമുക്ക് എഴുതാൻ കഴിയില്ലേ? ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? ഓക്കെ, നിനക്ക് എഴുതാൻ പറ്റും. യു ക്യാൻ റൈറ്റ്. നിനക്ക് എഴുതാൻ പറ്റുമോ? ക്യാൻ യു റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയില്ല. യു കാൺ റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് യു റൈറ്റ്. 4 ടൈപ്പ് വാചകങ്ങൾ. അവസാനത്തെ 2 നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നു. നിനക്ക് എഴുതാൻ കഴിയില്ല. യു കാണ്ട് റൈറ്റ്, യു കാണ്ട് റൈറ്റ്. ചോദ്യമല്ല, നിനക്ക് എഴുതാൻ കഴിയില്ല. നിനക്ക് എഴുതാൻ കഴിയില്ല. യു കാണ്ട് റൈറ്റ്, യു കാണ്ട് റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയില്ല. നിനക്ക് എഴുതാൻ കഴിയില്ല. നിനക്ക് എഴുതാൻ കഴിയില്ല. നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. ചോദ്യം, നിനക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് യു റൈറ്റ്, കാണ്ട് യു റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയില്ലേ? ചോദ്യം അല്ലേ. കാണ്ട് യു റൈറ്റ്. നിനക്ക് എഴുതാൻ കഴിയില്ലേ? നിനക്ക് എഴുതാൻ കഴിയില്ലേ? നിനക്ക് എഴുതാൻ കഴിയില്ലേ? നിനക്ക് എഴുതാൻ കഴിയില്ലേ? നിനക്ക് എഴുതാൻ കഴിയില്ലേ?
നിനക്ക് എഴുതാൻ കഴിയില്ലേ, നിനക്ക് എഴുതാൻ കഴിയില്ലേ, നിനക്ക് എഴുതാൻ കഴിയില്ലേ. ഓക്കെ, ഇനി അടുത്തത് അവന് അല്ലെ, അവന് എഴുതാൻ കഴിയും, ഹി ക്യാൻ റൈറ്റ്. അവന് എഴുതാൻ കഴിയുമോ, ക്യാൻ ഹി റൈറ്റ്. ഇനി ഇന്ന് കണ്ടത് അവന് എഴുതാൻ കഴിയില്ല, ഹി കാൺഡ് റൈറ്റ്, ഹി കനോട്ട് റൈറ്റ്. ഹി കാൺ റൈറ്റ്, ഹി കാൺഡ് റൈറ്റ്. അപ്പോ അവന് എഴുതാൻ കഴിയില്ല, ഹി കാൺ റൈറ്റ്. അവന് എഴുതാൻ കഴിയില്ല, അവന് എഴുതാൻ കഴിയില്ല. അയാൾക്ക് എഴുതാൻ സാധിക്കില്ല, അയാൾക്ക് എഴുതാൻ കഴിയില്ല, അയാൾക്ക് എഴുതാൻ കഴിയില്ല, അയാൾക്ക് എഴുതാൻ കഴിയില്ല. അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ല. ഇങ്ങനെ ചോദ്യം, നെഗറ്റീവ് ചോദ്യം അല്ലേ. അവന് എഴുതാൻ കഴിയില്ലേ, കാണ്ട് ഹി റൈറ്റ്, കാൺ ഹി റൈറ്റ്. അവന് എഴുതാൻ കഴിയില്ലേ, കാൺ ഹി റൈറ്റ്. അവന് ടീ ഒക്കെ നമ്മൾ സാറിന് ശരിയില്ല, കാൺ ഹി റൈറ്റ്. അപ്പൊ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, കാൺ ഹി റൈറ്റ്. അവന് എഴുതാൻ കഴിയില്ലേ, കാൺ ഹി റൈറ്റ്. അവന് എഴുതാൻ കഴിയില്ലേ, അവന് എഴുതാൻ കഴിയില്ലേ, അവന് എഴുതാൻ കഴിയില്ലേ. അയാൾക്ക് എഴുതാൻ കഴിയില്ലേ, അയാൾക്ക് എഴുതാൻ കഴിയില്ലേ, അയാൾക്ക് എഴുതാൻ കഴിയില്ലേ, അയാൾക്ക് എഴുതാൻ കഴിയില്ലേ. അദ്ദേഹത്തിന് എഴുതാൻ കഴിയില്ലേ, അദ്ദേഹത്തിന് എഴുതാൻ കഴിയില്ലേ. ഓക്കെ, അടുത്തത് അവൾ, അവൾക്ക് എഴുതാൻ കഴിയും, ഷീ ക്യാൻ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയുമോ, ക്യാൻ ഷീ റൈറ്റ്. നീ ഇന്ന് പഠിച്ചത് അവൾക്ക് എഴുതാൻ കഴിയില്ല, ഷീ കാൺ റൈറ്റ്, ഷീ കാൺ റൈറ്റ്, ഷീ കാൺ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയില്ല, ഷീ കാൺ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയില്ല, 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 അവൾക്ക് എഴുതാൻ കഴിയില്ല. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ, അവൾക്ക് എഴുതാൻ കഴിയില്ലേ. നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ല, അവൾക്ക് എഴുതാൻ കഴിയില്ലേ. അത് തന്നെ ഇംഗ്ലീഷിൽ ചോദിക്കും അല്ലെ. കാൺ ഷീ, കാണ്ട് ഷീ അല്ലെ, കാൺ ഷീ എന്ന് പറയും, കാണ്ട് ഷീ എന്നൊന്നും പറയരുത്. കാൺ ഷീ റൈറ്റ്, കാൺ ഷീ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയില്ലേ, കാൺ ഷീ റൈറ്റ്. അവൾക്ക് എഴുതാൻ കഴിയില്ലേ, 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 അവൾക്ക് എഴുതാൻ കഴിയില്ലേ. ഓക്കെ, ഞാൻ അടുത്തത് അവരല്ലേ, അവർക്ക് എഴുതാൻ കഴിയും, ദേ ക്യാൻ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയുമോ, ക്യാൻ ദേ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയില്ല, ദേ കാൺ റൈറ്റ്, ദേ കാൺ റൈറ്റ് അല്ലെ. അവർക്ക് എഴുതാൻ കഴിയില്ല, ദേ കാൺ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയില്ല. ഓക്കെ, അവർക്ക് എഴുതാൻ കഴിയില്ല, 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 അവർക്ക് എഴുതാൻ കഴിയില്ല. ഈ ചോദ്യം, അവർക്ക് എഴുതാൻ കഴിയില്ലേ, കാണ്ട് ദേ റൈറ്റ്, കാണ്ട് ദേ, ഐക്ക് വരാൻ ദേ വെച്ചാൽ ദേ കാണ്ട് ദേ റൈറ്റ്. കാണ്ട്, കാണ്ട് എന്ന് പറയില്ല, കാണ്ട് ദേ റൈറ്റ്, കാണ്ട് ദേ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയില്ലേ, കാണ്ട് ദേ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയില്ലേ, ഉറക്കെ പറയണേ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അവർക്ക് എഴുതാൻ കഴിയില്ലേ, 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 അവർക്ക് എഴുതാൻ കഴിയില്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ വെർബ് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്ത അതേ വെർബ്സ് തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുത്തത് ഏതാണ്, ഡു അല്ലെ. ഡു ബേസ് ഫോം, അതിന്റെ അർത്ഥം എന്താണ്, ചെയ്യുക. പക്ഷെ ക്യാൻ ഡു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയും എന്നായി, ആ വെർബ് മാറും. നമ്മളത് കണ്ടതാണ്. ക്യാൻ ഡു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയും. രണ്ട് വാക്കുകളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും, ചെയ്യാൻ കഴിയും രണ്ട് വാക്കുകൾ, ഡു. ഇതാണ് നമ്മൾ ഇനി അടുത്ത പ്രാക്ടീസ്. എനിക്ക് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു. എനിക്ക് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ഐ ഡു. എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഐ കാൺ ഡു, ഐ കാൺ ഡു. എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഐ കാൺ ഡു. ഓക്കെ, ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ്. എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല,
എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ചെയ്യാൻ കഴിയില്ലേ, എനിക്ക് ചെയ്യാൻ കഴിയില്ലേ. Can't I do, can't I do, can't I do. എനിക്ക് ചെയ്യാൻ കഴിയില്ലേ, 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 എനിക്ക് ചെയ്യാൻ സാധിക്കില്ലേ, എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, അടുത്തത് വി അല്ലേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡു. അതിന്റെ ചോദ്യം ക്യാൻ വി ഡു, നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഇത് ഇന്ന് കണ്ടത് വി കാൺ ഡു, വി കാൺ ഡു, വി കാൺ ഡു, നമുക്ക് ചെയ്യാൻ കഴിയില്ല. വി കാൺ ഡു ഓർ വി കനോട്ട് ഡു, രണ്ടും പറയാം. നമുക്ക് പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യും. വി കാൺ ഡു, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല. വി കാൺ ഡു, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി ക്വസ്റ്റ്യൻ, നമുക്ക് ചെയ്യാൻ കഴിയില്ലേ, കാൺ വി, കാണ്ട് വി അല്ലെ, കാണ്ടു വി എന്നൊന്നും പറയില്ല, കാൺ വി, കാൺ വി ഡു, കാൺ വി ഡു, കാൺ വി ഡു. നമുക്ക് ചെയ്യാൻ കഴിയില്ലേ, എക്സ്ക്യൂസ് മീ, നമുക്ക് ചെയ്യാൻ കഴിയില്ലേ, 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 നിനക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് അല്ലേ, യു ക്യാൻ ഡു, നിനക്ക് ചെയ്യാൻ പറ്റും. ക്യാൻ യു ഡു, നിനക്ക് ചെയ്യാൻ പറ്റുമോ. ഇനി ഇന്ന് കണ്ടത് നിനക്ക് ചെയ്യാൻ കഴിയില്ല, യു കാണ്ട് ഡു, യു കാണ്ട് ഡു ഓർ യു കനോട്ട് ഡു, യു കാൺ ഡു. നിനക്ക് ചെയ്യാൻ കഴിയില്ല, യു കാൺ ഡു, നിനക്ക് ചെയ്യാൻ കഴിയില്ല, 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 നിനക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, എന്റെ ക്വസ്റ്റ്യൻ എന്താണ്, നിനക്ക് ചെയ്യാൻ കഴിയില്ലേ അല്ലെ. മലയാളത്തില് എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. മലയാളത്തില് അവര് കാണ്ട് കൊണ്ടൊന്ന് മുന്നിലിടും അല്ലെ. കാണ്ട് യു ഡു, കാണ്ട് യു ഡു, കാണ്ട് യു ഡു. നിനക്ക് ചെയ്യാൻ കഴിയില്ലേ, കാണ്ട് യു ഡു. നിനക്ക് ചെയ്യാൻ കഴിയില്ലേ, നിനക്ക് ചെയ്യാൻ കഴിയില്ലേ, നിനക്ക് ചെയ്യാൻ കഴിയില്ലേ, നിനക്ക് ചെയ്യാൻ കഴിയില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ. ഓക്കെ, ഇനി അവന് ചെയ്യാൻ കഴിയും, ഹി ക്യാൻ ഡു. അവന് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ഹി ഡു. എന്ന് കണ്ടത് നെഗറ്റീവ് രണ്ട് ചോദ്യവും അതിന്റെ ചെയ്യാൻ കഴിയില്ല എന്നത്. അവന് ചെയ്യാൻ കഴിയില്ല, ഹി കാൺ ഡു, ഹി കാൺ ഡു. അവന് ചെയ്യാൻ കഴിയില്ല, ഹി കാൺ ഡു. അവന് ചെയ്യാൻ കഴിയില്ല, ഹി കാൺ ഡു. അവന് ചെയ്യാൻ കഴിയില്ല, അവന് ചെയ്യാൻ കഴിയില്ല, അവന് ചെയ്യാൻ കഴിയില്ല, അവന് ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി എന്റെ ക്വസ്റ്റ്യൻ കാണ്ട് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ചോദ്യമായി, കാൺ ഹി ഡു, കാൺ ഹി ഡു, കാൺ ഹി ഡു. അവന് ചെയ്യാൻ കഴിയില്ലേ, കാൺ ഹി ഡു, കാൺ ഹി ഡു. അവന് ചെയ്യാൻ കഴിയില്ലേ, കാൺ ഹി ഡു. അവന് ചെയ്യാൻ കഴിയില്ലേ, അവന് ചെയ്യാൻ സാധിക്കില്ലേ, അവന് ചെയ്യാൻ പറ്റില്ലേ, അവന് ചെയ്യാൻ സാധിക്കില്ലേ, അയാൾക്ക് ചെയ്യാൻ കഴിയില്ലേ, അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ലേ, അയാൾക്ക് ചെയ്യാൻ കഴിയില്ലേ. ഓക്കെ, ഷീ, അവൾക്ക് ചെയ്യാൻ കഴിയും, ഷീ ക്യാൻ ഡു. അവൾക്ക് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ഷീ ഡു. ഇന്ന് കണ്ടത് അവൾക്ക് ചെയ്യാൻ കഴിയില്ല, ഷീ കാൺ ഡു, ഷീ കാൺ ഡു, ഷീ കാൺ ഡു. അവൾക്ക് ചെയ്യാൻ കഴിയില്ല, ഷീ കാൺ ഡു. ഓക്കെ, ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയും. അവൾക്ക് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ചെയ്യാൻ കഴിയില്ല,
അവൾക്ക് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ചെയ്യാൻ കഴിയില്ല, അവൾക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെ, അവൾക്ക് ചെയ്യാൻ കഴിയില്ലേ, അവൾക്ക് ചെയ്യാൻ കഴിയില്ലേ. കാൺ ഷീ ഡു, കാൺ ഷീ ഡു, കാൺ ഷീ ഡു. ആവർത്തിക്കുമ്പോൾ നമ്മളത് സ്വന്തമാക്കും. അവൾക്ക് ചെയ്യാൻ കഴിയില്ലേ, കാൺ ഷീ ഡു. അവൾക്ക് ചെയ്യാൻ കഴിയില്ലേ, 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 അവൾക്ക് ചെയ്യാൻ കഴിയില്ലേ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ ദേ. അവർക്ക് ചെയ്യാൻ കഴിയും, ദേ ക്യാൻ ഡു. അവർക്ക് ചെയ്യാൻ കഴിയുമോ, ക്യാൻ ദേ ഡു. മൂന്നാമത്തത് നാലാമത്തത് ഇന്ന് പഠിച്ചത്. അവർക്ക് ചെയ്യാൻ കഴിയില്ല, ദേ കാൺ ഡു, ദേ കാൺഡ് ഡു, ദേ കാൺ ഡു. അവർക്ക് ചെയ്യാൻ കഴിയില്ല, ദേ കാൺ ഡു. അവർക്ക് ചെയ്യാൻ കഴിയില്ല, 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 അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ, അവർക്ക് ചെയ്യാൻ കഴിയില്ലേ. കാൺ ദേ ഡു, കാൺ ദേ ഡു, കാൺ ദേ ഡു. അവർക്ക് ചെയ്യാൻ കഴിയില്ലേ, കാൺ ദേ ഡു, കാൺ ദേ ഡു. അവർക്ക് ചെയ്യാൻ കഴിയില്ലേ, 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 അവർക്ക് ചെയ്യാൻ കഴിയില്ലേ. അടുത്തത് നമ്മൾ സ്വിം ആണ് കണ്ടത് അല്ലെ. സ്വിം എന്ന് വെച്ചാല് ബേസ് ഫോമിൽ എന്താണ് അർത്ഥം? നീന്തുക അല്ലെ, നീന്തുക. നമുക്കറിയാം സ്വിം, നീന്തുക. അപ്പൊ അത് വെച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയുമോ, ക്യാൻ ഐ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല, ഐ കാൺ സ്വിം, ഐ കാൺ സ്വിം, ഐ കാൺ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല, ഐ കാൺ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല, 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 എനിക്ക് നീന്താൻ കഴിയില്ല. ഇനി അതിന്റെ നെഗറ്റീവ് ചോദ്യം അല്ലെ, എനിക്ക് നീന്താൻ കഴിയില്ലേ. എങ്ങനെ ചോദിക്കും? കാൺഡ് ഐ സ്വിം, കാൺഡ് ഐ സ്വിം, കാൺഡ് ഐ സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ലേ, 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 എനിക്ക് നീന്താൻ കഴിയില്ലേ. ഓക്കെ, വി അല്ലെ, നമുക്ക് നീന്താൻ കഴിയും, വി ക്യാൻ സ്വിം. നമുക്ക് നീന്താൻ കഴിയും, വി ക്യാൻ സ്വിം. അതിന്റെ ചോദ്യം ക്യാൻ വി സ്വിം, നമുക്ക് നീന്താൻ കഴിയുമോ? ഇന്ന് കണ്ടത്. പിന്നെ വി കാൺ സ്വിം, വി കാൺഡ് സ്വിം. നമുക്ക് നീന്താൻ കഴിയില്ല, നമുക്ക് നീന്താൻ കഴിയില്ല, വി കാൺ സ്വിം. നമുക്ക് നീന്താൻ കഴിയില്ല, 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 നമ്മൾക്ക് നീന്താൻ കഴിയില്ല, ഞങ്ങൾക്ക് നീന്താൻ പറ്റില്ല, ഞങ്ങൾക്ക് നീന്താൻ സാധിക്കില്ല. അതെല്ലാം ക്യാൻ തന്നെയാണ് അല്ലെ, സാധിക്കുക, പറ്റുക, കഴിയുക. നമ്മുടെ ഭാഷയിൽ പല വാക്കുകൾ. നേരെ ചോദ്യം, നമുക്ക് നീന്താൻ പറ്റില്ലേ? കാൺ വി സ്വിം, കാൺ വി സ്വിം, കാൺ വി സ്വിം, കാൺ വി സ്വിം. നമുക്ക് നീന്താൻ പറ്റില്ലേ, 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 ഞങ്ങൾക്ക് നീന്താൻ പറ്റില്ലേ, ഞങ്ങൾക്ക് നീന്താൻ കഴിയില്ലേ, ഞങ്ങൾക്ക് നീന്താൻ കഴിയില്ലേ. ഓക്കെ, ഇനി അടുത്തത് യു. നിനക്ക് നീന്താൻ കഴിയും, യു ക്യാൻ സ്വിം, യു ക്യാൻ സ്വിം. നിനക്ക് നീന്താൻ കഴിയും, ക്യാൻ യു സ്വിം. നിനക്ക് നീന്താൻ കഴിയുമോ? ഇനി ഇന്ന് കണ്ടത് യു കാൺ സ്വിം, യു കാൺഡ് സ്വിം, യു കാൺഡ് സ്വിം.
നിനക്ക് നീന്താൻ കഴിയില്ല. യു കാൺട്ട് സ്വിം, യു കാൺട്ട് സ്വിം, യു കാൺട്ട് സ്വിം. നിനക്ക് നീന്താൻ കഴിയില്ല, നിനക്ക് നീന്താൻ കഴിയില്ല, നിനക്ക് നീന്താൻ കഴിയില്ല, നിങ്ങൾക്ക് നീന്താൻ കഴിയില്ല, നിങ്ങൾക്ക് നീന്താൻ കഴിയില്ല, നിങ്ങൾക്ക് നീന്താൻ കഴിയില്ല, താങ്കൾക്ക് നീന്താൻ കഴിയില്ല, അങ്ങേക്ക് നീന്താൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ചോദ്യം അല്ലേ? നിനക്ക് നീന്താൻ കഴിയില്ലേ, നിനക്ക് നീന്താൻ കഴിയില്ലേ. കാൺട്ട് യു സ്വിം, കാൺട്ട് യു സ്വിം. നിനക്ക് നീന്താൻ കഴിയില്ലേ, കാൺട്ട് യു സ്വിം. നിനക്ക് നീന്താൻ കഴിയില്ലേ, 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 നിങ്ങൾക്ക് നീന്താൻ സാധിക്കില്ലേ, നിങ്ങൾക്ക് നീന്താൻ കഴിയില്ലേ, താങ്കൾക്ക് നീന്താൻ കഴിയില്ലേ. ഓക്കെ, അവന് നീന്താൻ കഴിയും. ഹി ക്യാൻ സ്വിം. ക്വസ്റ്റ്യൻ, ക്യാൻ ഹി സ്വിം? അവന് നീന്താൻ കഴിയുമോ? എക്സ്ക്യൂസ് മീ, അവന് നീന്താൻ കഴിയില്ല. ഹി കാൺട്ട് സ്വിം, ഹി കാൺട്ട് അല്ലേ, ഹി കാൺട്ട് സ്വിം. കാൺട്ട് എന്ന് പറയില്ല, പറയുമ്പോൾ ഹി കാൺട്ട് സ്വിം. അവന് നീന്താൻ കഴിയില്ല, ഹി കാൺട്ട് സ്വിം. അവർ ഹി കനോട്ട് സ്വിം. രണ്ടും പറയാം. സോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഇതാഴ്ച പ്രാക്ടീസ് ചെയ്യും. അവന് നീന്താൻ കഴിയില്ല, ഹി കാൺട്ട് സ്വിം. അവന് നീന്താൻ കഴിയില്ല, 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 അയാൾക്ക് നീന്താൻ കഴിയില്ല. ഓക്കെ, നെഗറ്റീവ് ചോദ്യം, അവന് നീന്താൻ കഴിയില്ലേ. Can't he swim? Can't he swim? Can't he swim? Can't he swim? അവന് നീന്താൻ കഴിയില്ലേ. Can't he swim? അവന് നീന്താൻ കഴിയില്ലേ, 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 അവന് നീന്താൻ കഴിയില്ലേ. ഞാൻ അടുത്തത് ഷീ. അവൾക്ക് നീന്താൻ കഴിയും. ഷീ ക്യാൻ സ്വിം. അവൾക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ ഷീ സ്വിം? അവൾക്ക് നീന്താൻ കഴിയില്ല. ഷീ കാൺ സ്വിം, ഷീ കാൺ സ്വിം, ഷീ കാൺ സ്വിം. അവൾക്ക് നീന്താൻ കഴിയില്ല. ഷീ കാൺ സ്വിം. അവൾക്ക് നീന്താൻ കഴിയില്ല, അവൾക്ക് നീന്താൻ കഴിയില്ല, അവൾക്ക് നീന്താൻ കഴിയില്ല, അവൾക്ക് നീന്താൻ കഴിയില്ല, അവൾക്ക് നീന്താൻ സാധിക്കില്ല, അവൾക്ക് നീന്താൻ സാധിക്കില്ല, അവൾക്ക് നീന്താൻ പറ്റില്ല. ഓക്കെ, അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം അല്ലെ. അവൾക്ക് നീന്താൻ കഴിയില്ലേ, മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നു. ഇംഗ്ലീഷില് കാൺട്ട് ഷീ സ്വിം, കാൺട്ട് ഷീ സ്വിം, കാൺട്ട് ഷീ സ്വിം, കാൺട്ട് ഷീ സ്വിം. അവൾക്ക് നീന്താൻ കഴിയില്ലേ, കാൺട്ട് ഷീ സ്വിം. അവൾക്ക് നീന്താൻ കഴിയില്ലേ, അവൾക്ക് നീന്താൻ കഴിയും. അപ്പോ അവർക്ക് നീന്താൻ പറ്റും, ദേ ക്യാൻ സ്വിം. അവർക്ക് നീന്താൻ പറ്റും, ദേ ക്യാൻ സ്വിം, ദേ ക്യാൻ സ്വിം. പിന്നെ ക്വസ്റ്റ്യൻ, ക്യാൻ ദേ സ്വിം? നീന്താൻ പറ്റുമോ? ഇന്ന് കണ്ടത് ദേ കാൺട്ട്, ദേ കാൺട്ട് സ്വിം, ദേ കാൺട്ട് സ്വിം. അവർക്ക് നീന്താൻ കഴിയില്ല, അവർ ദേ കനോട്ട് സ്വിം. രണ്ടും പറയാം. അവർക്ക് നീന്താൻ കഴിയില്ല, ദേ കാൺട്ട് സ്വിം. അവർക്ക് നീന്താൻ കഴിയില്ല, 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 അവർക്ക് നീന്താൻ സാധിക്കില്ല, അവർക്ക് നീന്താൻ പറ്റില്ല. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ, അവർക്ക് നീന്താൻ കഴിയില്ലേ. കാൺട്ട് ദേ സ്വിം, കാൺട്ട് ദേ സ്വിം, കാൺട്ട് ദേ സ്വിം. അവർക്ക് നീന്താൻ കഴിയില്ലേ, കാൺട്ട് ദേ സ്വിം. അവർക്ക് നീന്താൻ കഴിയില്ലേ, 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 അവർക്ക് നീന്താൻ കഴിയില്ലേ. നോക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ സിംഗ് ആണ് കണ്ടത് അല്ലെ. സിംഗ് പാടുക, ബേസ് ഫോം ആണ്. പാടുക എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. സിംഗ്, SING, സിംഗ്. ഇവിടെ എഴുതാം അല്ലേ. യെസ്, സിംഗ്, പാടുക, ബേസ് ഫോം. എനിക്ക് പാടാൻ പറ്റും, ഐ ക്യാൻ സിംഗ്. എനിക്ക് പാടാൻ കഴിയുമോ? ക്യാൻ ഐ സിംഗ്. എനിക്ക് പാടാൻ കഴിയില്ല, ഐ കാൺ സിംഗ്, ഐ കാൺ സിംഗ്. എനിക്ക് പാടാൻ കഴിയില്ല, ഐ കാൺ സിംഗ്. ഓക്കെ, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല,
എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, എനിക്ക് പാടാൻ കഴിയില്ലേ, can't I sing, can't I sing, എനിക്ക് പാടാൻ കഴിയില്ലേ, 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 എനിക്ക് പാടാൻ കഴിയില്ലേ. ഇനി ഞങ്ങൾക്ക് പാടാൻ കഴിയും, we can sing, ഞങ്ങൾക്ക് പാടാൻ കഴിയുമോ, can we sing. ഇനി ക്വസ്റ്റ്യൻ നെഗറ്റീവ്, we can't sing, we cannot sing, we cannot sing or we can't sing. ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല, we can't sing, we can't sing. ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല, ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല, നമുക്ക് പാടാൻ കഴിയില്ല, നമുക്ക് പാടാൻ കഴിയില്ല, നമുക്ക് പാടാൻ സാധിക്കില്ല, നമുക്ക് പാടാൻ പറ്റില്ല, നമുക്ക് പാടാൻ കഴിയില്ല. ഇനി നെഗറ്റീവ് ചോദ്യം അല്ലേ, നമുക്ക് പാടാൻ കഴിയില്ലേ, can't we sing, can't we sing. നമുക്ക് പാടാൻ കഴിയില്ലേ, നമുക്ക് പാടാൻ കഴിയില്ലേ, നമുക്ക് പാടാൻ കഴിയില്ലേ, ഞങ്ങൾക്ക് 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 പാടാൻ കഴിയില്ലേ. നീ യു, നിനക്ക് പാടാൻ കഴിയും, യു ക്യാൻ സിംഗ്. നിനക്ക് പാടാൻ കഴിയുമോ, ക്യാൻ യു സിംഗ്. നിനക്ക് പാടാൻ കഴിയില്ല, യു കാൺ സിംഗ്, യു കാൺ സിംഗ്, യു കാൺ സിംഗ്. നിനക്ക് പാടാൻ കഴിയില്ല, യു കാൺ സിംഗ്. നിനക്ക് പാടാൻ കഴിയില്ല, 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 നിങ്ങൾക്ക് പാടാൻ കഴിയില്ല, താങ്കൾക്ക് പാടാൻ കഴിയില്ല, അങ്ങേക്ക് പാടാൻ കഴിയില്ല. എല്ലാം യു തന്നെയാണ്. ഇനി നെഗറ്റീവ് ചോദ്യം എന്താണ്, നിനക്ക് പാടാൻ കഴിയില്ലേ, നിനക്ക് പാടാൻ കഴിയില്ലേ, കാണ്ട് യു സിംഗ്, കാണ്ട് യു സിംഗ്. നിനക്ക് പാടാൻ കഴിയില്ലേ, കാണ്ട് യു സിംഗ്. നിനക്ക് പാടാൻ കഴിയില്ലേ, 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 നിങ്ങൾക്ക് പാടാൻ കഴിയില്ലേ, താങ്കൾക്ക് പാടാൻ കഴിയില്ലേ, അങ്ങേക്ക് പാടാൻ കഴിയില്ലേ. ഓക്കെ, ഇനി അവന് പാടാൻ കഴിയും, ഹി ക്യാൻ സിംഗ്. അവന് പാടാൻ കഴിയുമോ, ക്യാൻ ഹി സിംഗ്. അവന് പാടാൻ കഴിയില്ല, ഹി കാണ്ട് സിംഗ്, ഹി കാൺ സിംഗ്, ഹി കാൺ സിംഗ്. അവന് പാടാൻ കഴിയില്ല, ഹി കാൺ സിംഗ്. അവന് പാടാൻ കഴിയില്ല, അവന് പാടാൻ കഴിയില്ല, അവന് പാടാൻ കഴിയില്ല, അവന് പാടാൻ കഴിയില്ല, അവന് പാടാൻ കഴിയില്ല. നെഗറ്റീവ് ചോദ്യം, അവന് പാടാൻ കഴിയില്ലേ, കാണ്ടുകൊണ്ടൊന്ന് മുമ്പിലിട, കാൺ ഹി സിംഗ്, കാൺ ഹി സിംഗ്, കാൺ ഹി സിംഗ്. അവന് പാടാൻ കഴിയില്ലേ, കാൺ ഹി സിംഗ്. അവന് പാടാൻ കഴിയില്ലേ, അവന് പാടാൻ കഴിയില്ലേ, അവന് പാടാൻ കഴിയില്ലേ, അയാൾക്ക് പാടാൻ കഴിയില്ലേ, അയാൾക്ക് പാടാൻ കഴിയില്ലേ, അദ്ദേഹത്തിന് പാടാൻ കഴിയില്ലേ, അദ്ദേഹത്തിന് പാടാൻ കഴിയില്ലേ. ഓക്കെ, അവൾക്ക് പാടാൻ കഴിയും, ഷീ ക്യാൻ സിംഗ്. അവൾക്ക് പാടാൻ കഴിയും, ക്യാൻ ഷീ സിംഗ്. അവൾക്ക് പാടാൻ കഴിയുമോ, അവൾക്ക് പാടാൻ കഴിയില്ല, ഷീ കനോട്ട് സിംഗ് ഓർ ഷീ കാൺ സിംഗ്, ഷീ കാൺ സിംഗ്. അവൾക്ക് പാടാൻ കഴിയില്ല, ഷീ കാൺ സിംഗ്. അവൾക്ക് പാടാൻ കഴിയില്ല, 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 അവൾക്ക് പാടാൻ കഴിയില്ല. നീ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ, അവൾക്ക് പാടാൻ കഴിയില്ലേ, കാൺ ഷീ സിംഗ്, കാൺ ഷീ സിംഗ്. അവൾക്ക് പാടാൻ കഴിയില്ലേ, 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 അവൾക്ക് പാടാൻ സാധിക്കില്ലേ, അവൾക്ക് പാടാൻ കഴിയില്ലേ, അവൾക്ക് പാടാൻ പറ്റില്ലേ. ലാസ്റ്റ് വൺ, അവർക്ക് പാടാൻ പറ്റും, ദേ ക്യാൻ സിംഗ്. അവർക്ക് പാടാൻ പറ്റുമോ, ക്യാൻ ദേ സിംഗ്. അവർക്ക് പാടാൻ പറ്റില്ല, ദേ കാൺ സിംഗ്, ദേ കാൺ സിംഗ്. അവർക്ക് പാടാൻ പറ്റില്ല, ദേ കാൺ സിംഗ്. അവർക്ക് പാടാൻ പറ്റില്ല, അവർക്ക് പാടാൻ സാധിക്കില്ല, അവർക്ക് പാടാൻ കഴിയില്ല, അവർക്ക് പാടാൻ കഴിയില്ല,
അവർക്ക് പാടാൻ കഴിയില്ല, അവർക്ക് പാടാൻ കഴിയില്ല, അവർക്ക് പാടാൻ കഴിയില്ല, അവർക്ക് പാടാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ, അവർക്ക് പാടാൻ കഴിയില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. can't they sing, can't they sing, can't they sing, can't they sing. അവർക്ക് പാടാൻ കഴിയില്ലേ, can't they sing. അവർക്ക് പാടാൻ കഴിയില്ലേ, 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 അവർക്ക് പാടാൻ കഴിയില്ലേ. ഓക്കെ, ലാസ്റ്റ് വെർബ് നമ്മൾ ഇന്നലെ കണ്ടത് അതേ വെർബ് തന്നെയാണ് ഇന്നും എടുക്കുന്നത്. എന്താണ്? ഹെൽപ്പ് എന്നുള്ളതാണ് അല്ലെ. ഹെൽപ്പ് ബേസ് ഫോം ആണ്. ഹെൽപ്പ് സഹായിക്കുക, അതാണ് ബേസ് ഫോമിന്റെ അർത്ഥം. ഹെൽപ്പ് സഹായിക്കുക, ഹെൽപ്പ്. ഓക്കെ, നമുക്ക് മറ്റേ ഇന്നലെ പ്രാക്ടീസ് പോലെ ദം അസ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ക്യാൻ ഐ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ? ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഐ കാൺ ഹെൽപ്പ് യു, നിന്നെ എന്നുള്ളതിനും യു തന്നെയെന്ന് നമുക്കറിയാം. ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, 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 എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. നെഗറ്റീവ് ചോദ്യം, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ലേ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലേ. കാണ്ട് ഐ ഹെൽപ്പ് യു, കാണ്ട് ഐ ഹെൽപ്പ് യു, കാണ്ട് ഐ ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ലേ, 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 എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ലേ. ഓക്കെ, ഇനി അടുത്തത്, നമുക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല. നമുക്കവരെ സഹായിക്കാൻ പറ്റും. വി ക്യാൻ ഹെൽപ്പ് ദം അല്ലെ, അവരെ ദം. ക്യാൻ വി ഹെൽപ്പ് ദം, അവരെ സഹായിക്കാൻ നമുക്ക് പറ്റുമോ? ഇനി നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല, നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല. വി കാൺ ഹെൽപ്പ് ദം, വി കാൺ ഹെൽപ്പ്, ആണ്ട് അല്ലെ, വി കാൺ ഹെൽപ്പ് ദം. നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല. വി കാൺ ഹെൽപ്പ് ദം, വി കാൺ ഹെൽപ്പ് ദം. നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല. വി കാൺ ഹെൽപ്പ് ദം. നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല, 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 നമുക്കവരെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ അതിന്റെ ചോദ്യം, നെഗറ്റീവ് ചോദ്യം, നമുക്കവരെ സഹായിക്കാൻ കഴിയില്ലേ, നമുക്കവരെ സഹായിക്കാൻ കഴിയില്ലേ. കാൺ വി ഹെൽപ്പ് ദം, കാൺ വി ഹെൽപ്പ് ദം, കാൺ വി ഹെൽപ്പ് ദം. നമുക്കവരെ സഹായിക്കാൻ കഴിയില്ലേ. കാൺ വി ഹെൽപ്പ് ദം. നമുക്കവരെ സഹായിക്കാൻ കഴിയില്ലേ, 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 നമുക്കവരെ സഹായിക്കാൻ കഴിയില്ലേ. ഓക്കെ, ഇനി യു അല്ലെ, നിനക്ക് അവളെ സഹായിക്കാൻ പറ്റും. യു ക്യാൻ ഹെൽപ്പ് ഹെർ, നിനക്ക് അവളെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് ഹെർ. ഇനി ഇന്ന് കണ്ടത് യു കാൺ ഹെൽപ്പ് ഹെർ, നിനക്ക് അവളെ സഹായിക്കാൻ പറ്റില്ല. യു കാൺ ഹെൽപ്പ് ഹെർ, യു കനോട്ട് ഹെൽപ്പ് ഹെർ. രണ്ടും വയ്യ, നമ്മൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. യു കാൺ ഹെൽപ്പ് ഹെർ, നിനക്ക് അവളെ എന്ന് പറഞ്ഞാൽ ഹെർ, HER, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. യു കാൺ ഹെൽപ്പ് ഹെർ. നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. യു കാൺ ഹെൽപ്പ് ഹെർ. നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അവളെ അല്ല നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ലേ. നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇംഗ്ലീഷുകാരൻ ചോദിക്കും. നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ലേ. കാണ്ട് യു ഹെൽപ്പ് ഹെർ, കാണ്ട് യു ഹെൽപ്പ് ഹെർ, കാണ്ട് യു ഹെൽപ്പ് ഹെർ, കാണ്ട് യു ഹെൽപ്പ് ഹെർ.
നിനക്ക് അവളെ സഹായിക്കാൻ കഴിയില്ലേ? 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 ഓക്കെ. അവന് നമ്മെ സഹായിക്കാൻ, നമ്മെ അല്ലെങ്കിൽ ഞങ്ങളെ, അസ് അല്ലെ, യു എസ്, അസ് എന്നാണ് ഉച്ചരിക്കുന്നത്. അവന് നമ്മളെ സഹായിക്കാൻ പറ്റും, നമ്മെ സഹായിക്കാൻ പറ്റും, ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ഹി ക്യാൻ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ഹി ക്യാൻ ഹെൽപ്പ് അസ്. ചോദ്യം, ക്യാൻ ഹി ഹെൽപ്പ് അസ്? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? കണ്ടതാണ്. ഇന്ന് കണ്ടത് അവന് നമ്മെ സഹായിക്കാൻ പറ്റില്ല. ഹി കാൺ ഹെൽപ്പ് അസ്. ഹി കാണ്ട്, ഹി കാണ്ട് എന്നൊന്നും പറയില്ല. ഹി കാൺ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഹി കാൺ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഹി കാൺ ഹെൽപ്പ് അസ്. അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഇനി നെഗറ്റീവ് ചോദ്യം അല്ലേ? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? കാൺ ഹി ഹെൽപ്പ് അസ്? കാണ്ട് ഹി ഹെൽപ്പ് അസ്? കാൺ ഹി ഹെൽപ്പ് അസ്? കാൺ ഹി ഹെൽപ്പ് അസ്? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? കാൺ ഹി ഹെൽപ്പ് അസ്? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? കാൺ ഹി ഹെൽപ്പ് അസ്? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അവന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? ഓക്കെ. ഷീ വെച്ച് അവൾക്ക് എന്നെ എന്നുള്ളതിന് വാക്ക് മീ അല്ലെ, ME. അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഷീ ക്യാൻ ഹെൽപ്പ് മീ. അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ചോദ്യം, ക്യാൻ ഷീ ഹെൽപ്പ് മീ? ഇനി എന്ന് കണ്ടത്, ഷീ കാൺ ഹെൽപ്പ് മീ. അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല, കഴിയില്ല. അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഷീ കാൺ ഹെൽപ്പ് മീ. ഷീ കാൺ ഹെൽപ്പ് മീ. ഷീ കാൺ ഹെൽപ്പ് മീ. അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഷീ കാൺ ഹെൽപ്പ് മീ. അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. 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 ഇനി ഇതിന്റെ ചോദ്യം, നെഗറ്റീവ് ചോദ്യം അല്ലെ? അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? കാണ്ട് ഷീ ഹെൽപ്പ് മീ? അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? 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 Then last one, അവർക്ക് അവനെ അല്ലെ? അവർക്ക് അവനെ എന്നുള്ളതിന് വാക്ക് എന്താണ്? ഹിം, HIM, ഹിം. അവർക്ക് അവനെ സഹായിക്കാൻ പറ്റും. They can help him. അവർക്ക് അവനെ സഹായിക്കാൻ പറ്റുമോ? Can they help him? നിന്ന് കണ്ടത് അവർക്ക് അവനെ സഹായിക്കാൻ പറ്റില്ല, കഴിയില്ല. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ല. They can't help him. They can't help him. They can't help him. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ല. They can't help him. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ല. 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 ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ലേ? Can't they help him? Can't they help him? അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ലേ? Can't they help him? Can't they help him? Can't they help him? അവർക്ക് അവനെ സഹായിക്കാൻ കഴിയില്ലേ? 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 ഓക്കെ.
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ തീരുകയാണ്. ഒരു ഭാഗം എബിലിറ്റി, കഴിവിനെ കാണിക്കാൻ ഇന്ന് ക്യാൻ ഉപയോഗിക്കുന്നത് ഈ അനുവാദം ചോദിക്കാൻ വേണ്ടി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തത് ഒന്നുകൂടി എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. വീണ്ടും പറ്റുമെങ്കിൽ ഒന്നുകൂടി എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഉറപ്പാവേ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ഒരാളെ കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത്. പിന്നെ വാക്കുകളൊക്കെ പഠിക്കാൻ നോക്കി. വാക്കുകൾ എങ്ങനെ പഠിക്കും? വളരെ എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതെടുത്ത് കുറെ വാക്കുകൾ ഓരോ പേജിൽ നിന്നും കുറച്ച് വാക്കുകൾ പഠിച്ചിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ വാക്ക് ചെക്ക് ചെയ്യാതെ അതിലെളുപ്പം ഇതാ. കുറച്ച് വാക്കുകൾ എല്ലാ ദിവസവും ഓരോ പേജിൽ നമുക്ക് കണ്ടറിയാലോ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പൊ അങ്ങനെ ഒരു 5 വാക്കുകളൊക്കെ വെച്ച് പഠിക്കാന്ന്. കുറെയൊക്കെ മറന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും പക്ഷെ കുറെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഏത് ഭാഷയ്ക്കും വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.